ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിൽ നിന്ന് CPI തോറ്റല്ലോ. അതിന് ഉത്തരവാദി CPIM ആണെന്നാണ് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത്. സാർ, അത് പറഞ്ഞത് CPI ജില്ലാ സമ്മേളനത്തിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. CPM തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. കാരണം CPIക്ക് ഏക പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃശ്ശൂർ. CPI എന്ന് പറയുന്നത് CPMനേക്കാൾ എന്തുകൊണ്ടും അവരുടെ ആൾബലമൊന്നുമല്ല, അവരുടെ ഒരു സത്യസന്ധമായ രീതിയും അവരുടെ നേതാക്കന്മാരുടെ ഒരു ലാളിത്യവും അവരുടെ നിലപാടും ഒക്കെ തന്നെയാണ് ആ പാർട്ടിയെ സംശുദ്ധമാക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർ പാർലമെൻറ്റ് സീറ്റിൽ അവർ 4 ഇടങ്ങളിലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. 4 ലോക്സഭാ സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോഴവർക്ക് ഒരിടത്തും കേരളത്തിൽ ആകെ പിന്നെ LDFന് CPMന് ഒരു സീറ്റേ ഉള്ളത് ആലത്തൂരിലാണ്. പിന്നെ ഉള്ളത് ഒന്ന് BJPക്ക്, ബാക്കി മുഴുവൻ 18 എണ്ണവും UDFൻ്റെ കൈകളിലാണ്. ഇത് കഴിഞ്ഞ തവണയും 2019 ആലപ്പുഴയിൽ മാത്രമാണ് CPMന് ഒരു സീറ്റ് ഉണ്ടായിരുന്നത്. അത് ആരിഫ് കുറി അത് നഷ്ടപ്പെടുകയും ചെയ്തു. ആലത്തൂരിൽ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ CPIക്ക് കൊടുത്തിട്ടുള്ള 4 സീറ്റ് എന്ന് പറയുന്നത് 1 തിരുവനന്തപുരം, 2 മാവേലിക്കര, 3 തൃശ്ശൂർ, 4 വയനാട്. ഈ 4 മണ്ഡലങ്ങളാണ്. ഈ 4 മണ്ഡലങ്ങളിൽ 3 എണ്ണം സ്റ്റാർ മണ്ഡലങ്ങളാണ്. സ്റ്റാർ മണ്ഡലം എന്ന് പറയാൻ കാരണം തിരുവനന്തപുരം സ്റ്റാർ മണ്ഡലമാണ്. കാരണം BJP അതിശക്തമായി പോരടിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത്. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. CPIയെ LDFന്റെ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്കാണ് തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. BJPയും കോൺഗ്രസുമായിട്ടുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ശശി തരൂർ പോയ തവണ 16,000 വോട്ടിന് വിജയിച്ചു. അതിശക്തമായ മത്സരമായിരുന്നു രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം സ്റ്റാർ മണ്ഡലം. പിന്നെ തൃശ്ശൂർ സ്റ്റാർ മണ്ഡലമായത് സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടിയാണ്. BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നരേന്ദ്രമോദി തന്നെ 1-2 വട്ടം അവിടെ എത്തുന്നു, അമിത്ഷാ എത്തുന്നു. അങ്ങനെ കേന്ദ്ര നേതൃത്വം തന്നെ കൂടുതൽ താല്പര്യമെടുത്തിട്ടുള്ള മണ്ഡലമാണ്. പിന്നെ മറ്റൊന്ന് വയനാട് സ്റ്റാർ മണ്ഡലമായത് അവിടെ മുമ്പ് 19 രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നു. ഇത്തവണയും രാഹുൽ ഗാന്ധി മത്സരിച്ചു. രാഹുൽ ഗാന്ധി നോർത്തിൽ മത്സരിച്ചിടവും വിജയിച്ചു, ഇവിടെയും വിജയിച്ചു. അപ്പോൾ ഇവിടം കൈയൊഴിഞ്ഞു. അപ്പോൾ പിന്നെ സഹോദരിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രിയങ്കയെ ഇവിടെ നിർത്തി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുകയും ചെയ്തു. വൻ ഭൂരിപക്ഷമാണ് അത്. പിന്നെ വയനാട്ടിൽ കോൺഗ്രസിലെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടു നിർത്തിയാലും വിജയിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് കോൺഗ്രസിലെ താഴെ തട്ടിലുള്ളവർ പോലും ഈ വയനാട് സീറ്റ് കിട്ടാൻ വേണ്ടി നെട്ടോട്ടമാണ്. അതിന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രാഹുൽ ഗാന്ധി അവിടെ കൊണ്ടുവന്നത്. ജയിക്കില്ല. അതുകൊണ്ടാണ് സുരക്ഷിത മണ്ഡലമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഏത് കുറ്റിച്ചൂല് നിന്നാലും അവിടെ ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ പ്രിയങ്കയ്ക്ക് ആ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മാവേലിക്കര. അപ്പൊ ഈ 3 മണ്ഡലങ്ങൾ സ്റ്റാർ മണ്ഡലമാണ്. CPI എന്താണെന്നറിയാമോ? CPM ആണ് തോൽപ്പിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം, തൃശ്ശൂരിൽ നമുക്കറിയാം ADGP അജിത് കുമാറിൻ്റെ ഒക്കെ സഹായത്തോടുകൂടി പൂരം കലക്കൽ നടന്നു എന്നുള്ളത് വലിയ വിവാദമാണ്. അതിലൂടെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു. അത് BJPയും CPMും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഏറെക്കാലമായിട്ട് പറയുന്നുണ്ട്. ഒരു സീറ്റ് ജയിപ്പിച്ചേ തീരൂ എന്നുള്ളത് BJP മുമ്പോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അങ്ങനെ BJPക്ക് വേണ്ടി കൈ അയഞ്ഞ് CPM സഹായിച്ചു. അത് പൂരം കലക്കുക ചെയ്തു. പിന്നെ അതുപോലെ അവിടെ നിന്ന് CPM പ്രവർത്തകരൊക്കെ അങ്ങ് മാറി നിന്നു വർക്ക് ചെയ്യാതെ. കാരണം CPI അംഗബലമൊന്നുമില്ലല്ലോ. CPMന്റെ സഹായവും കൂടി ഉണ്ടെങ്കിലേ അവർക്ക് ജയിച്ചു കയറി വരാൻ പറ്റുള്ളൂ. വലിയ മരത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു ചെറുവൃക്ഷം മാത്രമാണ് CPI. അപ്പോൾ ഈ വലിയ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ വളർന്നു നിൽക്കുമ്പോൾ ചെറിയ വൃക്ഷത്തിന് വളർന്നു വരാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. വളർച്ച ഒരു കാലത്ത് വലിയ വൃക്ഷമായിരുന്നു CPI അല്ലേ? ഒരു കാലത്ത് വൃക്ഷമോ? CPM പിന്നെ CPIയുടെ SA ഡാങ്കയൊക്കെ ഒന്ന് വിരലൊന്ന് ചൂണ്ടിക്കഴിഞ്ഞാൽ ബോംബെ പോലുള്ള നഗരം നിശ്ചലമാകും. അത്തരത്തിലുള്ള ഒരു വലിയ പ്രതാപത്തിൽ കഴിഞ്ഞ പാർട്ടിയാണ്
കേരളത്തിൽ CPI മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ലേ, അച്യുതമേനോന്, PK വാസുദേവൻ നായർ, അങ്ങനെ നീണ്ടുപോവുകയല്ലേ അവരുടെ ഒരു വലിയ നേതൃനിര എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഈ അവിടെ CPMകാർ വർക്ക് ചെയ്യാൻ ഇറങ്ങിയില്ല. അപ്പോൾ തോൽപ്പിക്കണമല്ലോ എങ്ങനെയെങ്കിലും. സുനിൽകുമാറിനെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, BJPയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൃഷിമന്ത്രിയായിരുന്ന ആളാണ്. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ മണ്ഡലം നല്ല പരിചിതമാണ്, വോട്ടർമാരും ഒക്കെയായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ഒരു തനി CPIക്കാരൻ തന്നെയാണ്, ഒരു കർഷകനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒക്കെ തന്നെ മുമ്പോട്ട് എടുത്തുയർത്തി കാണിച്ച് CPI വിജയത്തിലേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. CPMകാരെല്ലാം തൊട്ട അയൽ മണ്ഡലങ്ങളിലേക്ക് പോയി പ്രവർത്തിക്കാൻ അവരുടെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആലത്തൂരിൽ രാധാകൃഷ്ണന് വേണ്ടിയിട്ടും വടകരയിലെ KK ശൈലജയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോയി. ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം തന്നെ നോക്കാം. തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രന് വേണ്ടി ഇവർ വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ CPM പ്രവർത്തകർ മുഴുവൻ തൊട്ടയൽ മണ്ഡലങ്ങളായ ആറ്റിങ്ങലിലേക്ക് പോകും. ആറ്റിങ്ങലിൽ CPMന്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേരളത്തിലുള്ള മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് പോകും. കാരണം ഇവിടെ പന്നിയൻ ജയിക്കത്തില്ല എന്ന് നന്നായിട്ടറിയാം. കാരണം BJPയും പിന്നെ ശശി തരൂർ 2 പ്രാവശ്യം ഓൾറെഡി ജയിച്ചു. ജയിക്കാനുള്ള ഇത് മൂന്നാമത്തെ അല്ലേ സർ? അല്ല, നാലാമത്തെ തവണയാണിത് ജയിക്കുന്നത്. അപ്പൊ എന്തായാലും അതിന് നല്ല സ്കോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ BJP ഇത് അവർക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതുകൊണ്ടാണ് അവര് പ്രവർത്തിക്കാത്തത്. അല്ല, ഇവിടെ BJPക്കും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അത് ഇനിയൊരു പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും BJPയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം തന്നെയായിരിക്കും. CPI വളരെ, പക്ഷെ CPIയുടെ മണ്ഡലമായിരുന്നു ഇത്. CPIയുടെ വമ്പന്മാർ വിജയിച്ചിട്ടുള്ള MM ഗോവിന്ദൻ നായരും KV സുരേന്ദ്രനാഥും പന്നിയൻ രവീന്ദ്രനും ഒക്കെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. കൂടുതൽ തവണ കോൺഗ്രസിനെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഇത് എഴുതി തള്ളിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് CPM പല കാരണങ്ങളാൽ അവഗണിച്ചിട്ടുണ്ട് എന്ന് നന്നായിട്ട് ഇവരുടെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങളിൽ ഇപ്പോൾ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഇവരുടെ കൂടെ നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ ഗതി തന്നെ ആയിപ്പോകും. ഇവർക്ക് പലതരത്തിൽ ഇവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ CPIക്കും പ്രതിച്ഛായ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാക്കും എന്നാണ് ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായങ്ങൾ. സ്പ്ലിറ്റ് പ്രതീക്ഷിക്കാമോ? അല്ലല്ല, അങ്ങനെ പാർട്ടി പിളരത്തൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് ഘടകകക്ഷിയിലെ CPMന്റെ LDFിലെ ഘടകകക്ഷിയാണ് CPI. അങ്ങനെ വിട്ടുപോകും എന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെ പെട്ടെന്നൊന്നും UDFിലേക്ക് പോകത്തില്ല. പക്ഷെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കും പലതരത്തിലും. ഈ CPM എന്ന് പറയുന്ന പാർട്ടി CPIയെ ഇട്ട് ചവിട്ടി തേക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ചവിട്ടും കുത്തുമേറ്റ് കിടക്കുകയാണ് ഈ CPI. MM മണി തന്നെ ലക്കും ലഗാനുമില്ലാതെ ഈ CPIയെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു കാണിക്കാമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം തൃശ്ശൂരിൽ ഉണ്ടാക്കിയ തോൽവി എന്ന് പറയുന്നത് CPM ഉണ്ടാക്കി കൊടുത്തത് തന്നെയാണ്. CPIക്ക് പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നിടമാണ്. കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഒരു പാർട്ടി മാത്രം ഇടതുപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും അത് തൃശ്ശൂരിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തിരുത്തൽ ശക്തിയായിട്ട് എപ്പോഴും നിന്നിട്ടുള്ള ഇടതുപക്ഷം ശുഷ്കിച്ചു പോയി എന്നുള്ളത് കൂടിയാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്.